2025 മെയ് 16-17 തീയതികളിലായി നടക്കുന്ന കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷന്റെ 51ാം സംസ്ഥാന സമ്മേളനത്തിന് കാസർഗോഡ് ജില്ലയിലെ പടന്നക്കാട് കാർഷിക കോളേജിൽ തുടക്കമായി. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സെമിനാർ UGC ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് 2025 പ്രശ്നങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ CPIM ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. മനസ്സുമുറിയുടെ പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ പോലും കഴിയാത്ത വർത്തമാനകാല ഇന്ത്യയിൽ ആ സംസ്കാരവും ആ ചരിത്രവുമെല്ലാം തിരിച്ചു കൊണ്ടുവരുന്ന ശ്രമം. അതിന്റെ ഭാഗമായി വിദ്യാഭ്യാസത്തെ, കാരണം വിദ്യാഭ്യാസ രംഗത്ത് മാത്രമേ ഒരു താല്പര്യത്തിന് എഴുതിക്കാൻ കഴിയും. അപ്പൊ അത് എളുപ്പമല്ല. ഇത് നവീന ശാസ്ത്രീയവും ക്യാമ്പസുകളിൽ പുറത്തേക്ക് ടെക്നോക്രാറ്റുകളും ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മേഖലയിൽ വിസ്മയകരമായ പുരോഗതി മുന്നേറ്റം. ഇപ്പൊ കാലഘട്ടം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് പോകണം. അപ്പൊ പുതിയ തലമുറയെയും പുതിയ ജനതയെയും പുതിയ സമൂഹത്തെയും അതുപോലെ പുതിയ രാജ്യത്തെയും അഡ്രസ് ചെയ്യണമെങ്കിൽ അഭിസംബോധന ചെയ്യണമെങ്കിൽ LDF സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായ സാർവത്രിക വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാടിന് വിപരീതമായി വിദ്യാഭ്യാസം വരണീവൽക്കരിക്കുന്നതിനുള്ള ശ്രമമാണ് UGCയെ ഉപയോഗപ്പെടുത്തി യൂണിയൻ സർക്കാർ നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ശക്തമായ പ്രക്ഷോഭത്തിനെയും അഭിപ്രായ രൂപീകരണത്തിനെയും തുടർന്ന് മുൻ വർഷങ്ങളിൽ UGC നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും പ്രതിലോമകരമായ പുതിയ നിയമങ്ങൾക്ക് എതിരെയും ശക്തമായ പ്രതിഷേധം ഉയർത്തി പ്രതിരോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. NR സാജൻ അധ്യക്ഷത വഹിച്ചു. സംഘടനാ ജനറൽ സെക്രട്ടറി KR പ്രതീഷ് സ്വാഗതം പറഞ്ഞു. CV ഡെന്നി സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ VV രമേശിന്റെ സാന്നിധ്യത്തിൽ KAU ജനറൽ കൌൺസിൽ അംഗം ഡോക്ടർ P നിതീഷ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം മെയ് 17 CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.